Get ready for significant changes in your life. I've lived this life and now I want to help you. Do you really understand the stock market? Come join us now. Today, I want to share with you an incredible opportunity that can change your life the way it changed mine. പ്രശസ്തരായ വ്യക്തികളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? എങ്ങനെ എളുപ്പത്തിൽ പണക്കാരനാകാം അല്ലെങ്കിൽ എളുപ്പത്തിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള ടിപ്പുകൾ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ ആദ്യം കണ്ടതുപോലെ ഒരുപാട് ക്ലിപ്പുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ക്ലിപ്പുകളെല്ലാം ഡീപ് ഫേക്ക് വീഡിയോസ് ആണ്. പ്രശസ്തരായ വ്യക്തികളുടെ ശരീരഭാഷയും അവരുടെ സംസാര ശൈലിയെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് സ്കാം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഫ്രോഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഡീപ് ഫേക്ക് ഫ്രോഡ് വീഡിയോസ് ആണ് നമ്മൾ ആദ്യം കണ്ടത്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ് ഡീപ് ഫേക്ക് വീഡിയോസ്, ഈ ഡീപ് ഫേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്താണ് ഡീപ് ഫേക്ക് വീഡിയോ, അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ഡീപ് ഫേക്ക് വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഡീപ് ഫേക്ക് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള വീഡിയോകളിൽ നമ്മൾ ഇൻസ്പയർഡ് ആയി നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പേഴ്സണലി നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്രീഡം മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. നൂതനമായ AI ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കള്ളമാണ് ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഒരു വീഡിയോ, ഒരു വ്യക്തിയുടെ ക്യാരക്ടറും ഒരു വ്യക്തിയുടെ ശബ്ദവും ഒരു വ്യക്തിയുടെ ശരീരഭാഷയും ഉപയോഗിച്ച് ആ വ്യക്തി ചെയ്യാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു കാര്യം വിഷ്വലി അവർ ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. AI ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ശബ്ദം മിമിക് ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ ശരീരഭാഷയും മിമിക് ചെയ്തുകൊണ്ട് ആ വ്യക്തിയാണ് അത് ചെയ്യുന്നത് എന്ന് എക്സാക്ട്ലി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഡീപ് ഫേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ട് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ഈ സ്കാമുകൾ ചെയ്യുന്ന ആളുകൾ ഡീപ് ഫേക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സെലിബ്രിറ്റികളുടെയൊക്കെ വീഡിയോകൾ നമ്മൾ ധാരാളം ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഡീപ് ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെലിബ്രിറ്റികൾക്ക് വരെ രംഗത്തേക്ക് വരേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട സുധാമൂർത്തിയെയും അംബാനിയെയും പോലെയുള്ള ആളുകളുടെ വീഡിയോകളുമായി ഈ AI ക്യാരക്ടറിസ്റ്റിക്സ് ഇതുമായി സ്റ്റിച്ച് ചെയ്യുന്നു. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശബ്ദം മിമിക് ചെയ്തുകൊണ്ട് അവരുടെ ശബ്ദവും അവരുടെ രൂപസാദൃശ്യവും അവരുടെ ശരീരഭാഷയും എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ആ വ്യക്തി തന്നെയാണ് ഇത് പറയുന്നത് എന്ന രീതിയിൽ അത് കാണിച്ചു വെക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അട്ടർ ഫേക്ക് ആണ് എന്നുള്ളതാണ്. ഒന്നുകൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ വളരെ അപകടകരമായ ഒരു ഡിജിറ്റൽ മാസ്ക് ആണ് ഡീപ് ഫേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും ഒരു മാജിക് അല്ല, ഇതൊരു മാനിപ്പുലേഷൻ ആണ്. അതുതന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യവും. എങ്ങനെയാണ് ഈ ഡീപ് ഫേക്ക് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഡീപ് ഫേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഈ സ്കാംസ്റ്റേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആരുടെയാണോ ഡീപ് ഫേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ സർഫ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കയറി ഇറങ്ങി അവർ പോസ്റ്റ് ചെയ്ത എല്ലാ ചിത്രങ്ങളും എടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഫൈൽ, അവർക്ക് ആവശ്യമായിട്ടുള്ള ആംഗിളുകളിലും മറ്റുമുള്ള ചിത്രങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഡീപ് ഫേക്ക് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അവർ ആരംഭിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് AI നിങ്ങളുടെ ഫീച്ചറിലേക്ക് ട്രെയിൻ ചെയ്യുന്നതിനായിട്ട് ഡീപ് ഫേക്ക് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുക എന്നതാണ്. അതായത് ആരുടെ ഡീപ് ഫേക്ക് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മുഖഭാവങ്ങൾ, എക്സ്പ്രഷൻസ്, ശബ്ദം, അതുപോലെ ശാരീരികപരമായ മറ്റു ഫീച്ചറുകൾ ഇവയെല്ലാം AI ഇതിലേക്കെല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്. അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇവർ ചെയ്യുന്നത്. സ്റ്റെപ്പ് 3, AI ക്രിയേറ്റ് ചെയ്ത AI നിർമ്മിച്ച വീഡിയോ. This is Leonardo DiCaprio at Website Learners for this cool video. I'm RDJ and I'm at Website Learners for this cool video. This is Sylvester Stallone and I'm happy to be a part of this video. ഇത് ഭയപ്പെടുത്തുന്നതാണ് അല്ലേ? നമ്മൾ സാധാരണക്കാർക്ക് ഇത് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമെങ്കിൽ ആളുകളെ പറ്റിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് എത്ര വേഗത്തിലായിരിക്കും അല്ലെങ്കിൽ എത്ര കൺവിൻസിംഗ് ആയ രീതിയിലായിരിക്കും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? എത്ര ഡേഞ്ചറസ് ആണ് ഈ ഒരു പ്രോസസ് എന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ കാണുന്നതൊന്നും വിശ്വസിക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ചിത്രമോ ഒരു വീഡിയോയോ ഡീപ് ഫേക്ക് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫേസ് അനോമലീസ് ആണ്. അതായത് ഒരാളുടെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ എത്രത്തോളം സ്മൂത്ത് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അയാൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ചുണ്ടിന്റെ ചലനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആ വീഡിയോ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാണ്. ഡീപ് ഫേക്കിനെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പാറ്റേൺ എന്ന് പറയുന്നത് കണ്ണിമ ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മൾ കണ്ണിമ ചിമ്മുന്ന സമയത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തി കണ്ണിമ ചിമ്മുന്ന സമയത്ത് അതിന്റെ ചലനം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നാച്ചുറലി നമ്മൾ കണ്ണു ചിമ്മുന്നത് എല്ലാവർക്കും നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണ് കണ്ണു ചിമ്മുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ ഒരു ഡീപ് ഫേക്ക് വീഡിയോയിലുള്ള ആൾ കണ്ണ് ചിമ്മുന്ന സമയത്ത് അതിൽ അബ്നോർമാലിറ്റി ഉണ്ടാകാം.
അതായത് ചിലപ്പോൾ അത് സ്ലോ മോഷനിലായിരിക്കാം, ചിലപ്പോൾ അത് സ്വാഭാവികതയിലും കൂടുതൽ വേഗത്തിലായിരിക്കാം. അങ്ങനെയുള്ള കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വീഡിയോയിലെ ലൈറ്റിംഗ് ഇഷ്യൂ ആണ് അടുത്തത്. നമ്മൾ പലപ്പോഴും ഒരു വീഡിയോ കാണുന്ന സമയത്ത് അതിലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരു വീഡിയോ ഡീപ് ഫേക്ക് വീഡിയോ ആണെങ്കിൽ അതിന്റെ ലൈറ്റിംഗ് പ്രോപ്പർ ആയിരിക്കാൻ സാധ്യമല്ല. കാരണം നിങ്ങളൊരു വീഡിയോ കാണുന്ന സമയത്ത് അതിൽ അനാവശ്യമായ സ്ഥലത്ത് ഷാഡോ വരികയാണെങ്കിൽ, അതായത് ആ വീഡിയോയിൽ കാണാൻ സാധ്യതയില്ലാത്ത ഏരിയകളിൽ നിഴലുകൾ വരികയാണെങ്കിൽ ആ ലൈറ്റിംഗ് പാറ്റേൺ പ്രോപ്പർ അല്ലെങ്കിൽ ആ വീഡിയോ ഒറിജിനൽ അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓഡിയോ മിസ്മാച്ച് ആണ്. ये जो अभी आप वॉइस सुन पा रहे हो, ये कैरी मिनाटी का रियल वॉइस नहीं है. इसको मैंने क्लोन किया फ्री में कैरी मिनाटी की वॉइस से. വീഡിയോ നിങ്ങൾ വ്യക്തമായി കേൾക്കുക. നല്ല ഹെഡ്ഫോൺ വെച്ചോ അല്ലെങ്കിൽ കൃത്യമായ ഓഡിയോ സൗകര്യത്തോടു കൂടിയോ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ വീഡിയോയിലെ വ്യക്തി സംസാരിക്കുന്ന ശബ്ദത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള റോബോട്ടിക് ട്യൂണുകൾ വരികയാണെങ്കിൽ, അതായത് ഒരു റോബോട്ടിന്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ അത്ര ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു മെഷീൻ ഇന്റർഫിയറൻസ് ഒരു ശബ്ദത്തിൽ വരികയാണെങ്കിൽ ആ ശബ്ദം ഒറിജിനൽ അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അടുത്ത കാര്യം എന്ന് പറയുന്നത് വീഡിയോയിൽ വരുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ടു ഗുഡ് ടു ബി ട്രൂ ആണെങ്കിൽ, എന്ന് വെച്ചാൽ അയാൾ പറയുന്ന കാര്യം ഒരു തരത്തിലും നമുക്ക് സാധ്യമാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണെങ്കിൽ ആ വീഡിയോ ഫേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. You can receive 80,000 rupees per day. ഇനി ഒരു വീഡിയോ കാണുമ്പോൾ ഇതിൽ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ യെസ്, നിങ്ങൾ ഒരു ഡീപ് ഫേക്ക് വീഡിയോ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ഒരു ഡീപ് ഫേക്ക് സ്കാമിന് പ്രതികരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു വീഡിയോയിൽ ആ വ്യക്തി പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടും. ആ വെബ്സൈറ്റ് നമ്മൾ കാണുന്ന സമയത്ത് അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുക. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യും. ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, അഡ്രസ് തുടങ്ങിയ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യുന്നു. ആൻഡ് ഏറ്റവും അവസാനത്തെ കാര്യം അവർ ചെയ്യാൻ പോകുന്നത് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അവർ നിങ്ങളെ ഫോൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഓഫറുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പണം ഇരട്ടിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇൻജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ അവരുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. പിന്നീട് അവസാനം സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ അവർക്ക് പണം അയക്കുന്നു. അതോടുകൂടി തീർന്നിരിക്കുന്നു. നമ്മുടെ അക്കൗണ്ടിലെ പണം നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളിലേക്ക് എത്തിപ്പെടുന്നു. നമ്മൾ ചതിക്ക് ഇരയാക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി നിങ്ങളൊരു ഡീപ് ഫേക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്കത് ഡീപ് ഫേക്ക് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നതാണ്. അതായത് അവരൊരു ലിങ്ക് തന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറയാം, അത് ക്ലിക്ക് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി തന്ന് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാൻ പറയാം, അത് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഫോൺ നമ്പർ തന്ന് അതിലേക്ക് വിളിക്കാൻ പറയാം, അത് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും മെസ്സേജ് അയച്ച് അതിന് റിപ്ലൈ ചെയ്യാൻ പറയാം, അത് ചെയ്യാതിരിക്കുക. ഇതെല്ലാം ചെയ്യാതിരുന്നാൽ തന്നെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ ഒരു സ്കാമിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമാണ്. അതുപോലെ തന്നെ ആ വീഡിയോ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒരു വീഡിയോ ഡീപ് ഫേക്ക് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് ആ വീഡിയോ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഓപ്ഷനിൽ ചെന്ന് ആ വീഡിയോ റിപ്പോർട്ട് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്നുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ വീഡിയോ താൽക്കാലികമായി ഒഴിവാക്കപ്പെടാനും സാധ്യതയുണ്ട്. ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒരു ഡീപ് ഫേക്ക് വീഡിയോ, ആ വീഡിയോ വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഒരു വലിയ സ്കാമിലേക്കാണ് ആ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സൈബർ സെല്ലിന്റെ ഹോട്ട്ലൈൻ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് ആ വീഡിയോ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്കാമിനെ വ്യാപിപ്പിക്കുന്നതിന് സഹായിക്കുകയാണ്. ഇനി അതല്ല, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഡിജിറ്റലി സുരക്ഷിതമാവാൻ സാധ്യമാണ്. നമ്മൾ കാലാകാലങ്ങളായി പലതരത്തിലുള്ള സ്കാമുകൾ കണ്ടിട്ടുള്ളവരാണ്. ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ അതിലേക്ക് വീണു പോവുകയും ചിലപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു തട്ടിപ്പാണ് ഡിജിറ്റൽ ഫേക്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആളുകളുടെ ഫേക്ക് ആയിട്ടുള്ള രൂപഭാവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്കാമുകൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കാമിൽ പെടാതിരിക്കുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് അവയുടെ സഹായത്തോടു കൂടെ തന്നെയാണ് ഒരു പരിധിവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ വീഴാതിരിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി ഫ്രീഡം മണി മലയാളം ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. വീണ്ടും കാണാം.